ഇറാഖിനെ ലോകകപ്പ് എന്ന വിശ്വവേദിയിൽ എത്തിച്ചത് സ്ട്രൈക്കർ ഐമൻ ഹുസൈൻ ആയിരുന്നു. ഭീകര സംഘടനകളാൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടിട്ടും മാതാവിന്റെ പ്രചോദനത്താലാണ് ഐമൻ ഫുട്ബോളിൽ തുടർന്നത്. 40 വർഷത്തിനു ശേഷം ഇറാഖ് ലോകകപ്പ് എത്തുമ്പോൾ അവരുടെ ഹീറോയാണ് ഐമൻ. 4 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് ഇറാഖ് ലോകകപ്പിനെത്തുന്നത്. യുദ്ധവും ഭീകരവാദവും തകർത്ത ഇറാഖി ജനതയുടെ മനസ്സിലേക്ക് ഫുട്ബോൾ എന്ന വികാരം വീണ്ടും എത്തിയ നിമിഷം. അമേരിക്കൻ അധിനിവേശവും പിന്നീട് തീവ്രവാദ സംഘടനകളും ഇല്ലാതാക്കിയ ഇറാഖിലെ പുൽമൈതാനങ്ങൾ വീണ്ടും ഉണർന്നു. എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ പ്രതീക്ഷയായിരുന്നു ഐമൻ ഹുസൈൻ. അൽ-ഖ്വയ്ദ ഭീകരർ പിതാവിനെ വെടിവെച്ച് കൊന്നപ്പോഴും സഹോദരനെ തട്ടിക്കൊണ്ടുപോയപ്പോഴും തളരാത്ത പോരാട്ട വീര്യം. സ്വന്തമായി വീടോ സുരക്ഷിതത്വമോ ഇല്ലാതെ അഭയാർത്ഥിയായി ജീവിച്ച ഐമൻ തന്റെ വേദനകളെല്ലാം തീർത്തത് ഫുട്ബോൾ മൈതാനത്തായിരുന്നു. പ്രാദേശിക ക്ലബ്ബുകളിൽ നിന്നും ഇറാഖിലെ ഒന്നാം നിര ക്ലബ്ബുകളിലേക്കും അവിടെ നിന്ന് ദേശീയ ടീമിലേക്കും ഐമൻ വളർന്നു. ബൊളീവിയക്കെതിരായ ഗോൾ നേടി 40 വർഷങ്ങൾക്ക് ശേഷം ഇറാഖിന് ലോകകപ്പ് യോഗ്യത നേടിക്കൊടുത്തു ഐമൻ. ലോകകപ്പിൽ നോർവെക്കെതിരായ മത്സരത്തിൽ ഇറാഖ് 40 വർഷങ്ങൾക്ക് ശേഷം നേടുന്ന ആദ്യ ഗോളും പിറന്നത് ഇതേ ബൂട്ടിൽ നിന്ന്. ഇറാഖിന്റെ എക്കാലത്തെ മികച്ച ഫുട്ബോൾ താരം അഹമ്മദ് രാത്തയ്ക്ക് ശേഷം ലോകകപ്പിൽ ഗോൾ നേടുന്ന ആദ്യ ഇറാഖി താരം കൂടിയാണ് ഐമൻ ഹുസൈൻ. ലോകകപ്പിനായി അമേരിക്കയിലെത്തിയപ്പോഴും അവിടെയും ഉണ്ടായി പ്രതിസന്ധി. US എയർപോർട്ടിൽ ഐമനെയും ഇറാഖ് ടീമിനെയും സുരക്ഷാ വിഭാഗം ചോദ്യം ചെയ്തത് 7 മണിക്കൂർ. എല്ലാം തരണം ചെയ്ത ഐമൻ ഇറാഖിനായി സൃഷ്ടിച്ചത് പുതുചരിത്രം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.